ഭൂമി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ഉരുകിയൊലിക്കുന്ന ഹിമാനികളും ലോകത്തിന്റെ വിവിധ കോണുകളിൽ വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നു. എന്നാൽ ഈ ആഗോള താപ തരംഗങ്ങൾക്കിടയിലും ശാസ്ത്രലോകത്തെ ഒന്നടങ്കം അമ്പരപ്പിക്കുന്ന ഒരു പ്രതിഭാസം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപപ്പെടുന്നുണ്ട്. ഗ്രീൻലാൻഡിനും ഐസ്ലാൻഡിനും തെക്കായി വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ജലപാളി പ്രകൃതിയുടെ പൊതു നിയമങ്ങൾക്ക് വിപരീതമായി തണുത്തുറയുകയാണ്. കോൾഡ് ബ്ലോബ് അഥവാ അറ്റ്ലാന്റിക് വാർമിംഗ് ഹോൾ എന്ന് ഗവേഷകർ വിളിക്കുന്ന ഈ പ്രതിഭാസം കേവലം ഒരു പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനമല്ല, മറിച്ച് ഭൂമിയുടെ ജീവനാഡിയായ സമുദ്രജല പ്രവാഹങ്ങളുടെ തകർച്ചയുടെ അശുഭ സൂചനയാണെന്ന് ഏറ്റവും പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ആഗോളതലത്തിൽ താപനില ക്രമീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന സമുദ്രത്തിലെ വൻതോതിലുള്ള താപവിനിമയ സംവിധാനം അപകടത്തിലാണെന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് വടക്കൻ അറ്റ്ലാന്റിക്കിലെ ഈ വിചിത്ര തണുപ്പ്. ഭൂമിയുടെ അന്തരീക്ഷവും സമുദ്രങ്ങളും തമ്മിൽ ഒരു വിചിത്രമായ പൊരുത്തക്കേട് ഈ പ്രദേശത്ത് ദൃശ്യമാണ്. ചുറ്റുമുള്ള സമുദ്രഭാഗങ്ങളെല്ലാം ചൂടുപിടിക്കുമ്പോൾ ഈ ഒരു പ്രത്യേക മേഖല മാത്രം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി കൂടുതൽ തണുപ്പിലേക്ക് നീങ്ങുകയാണ്. ജർമ്മനിയിലെ പോട്സ്ഡാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ഇമ്പാക്ട് റിസർച്ചിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ സ്റ്റെഫാൻ രാംസ്റ്റോർഫിന്റെ നേതൃത്വത്തിൽ അടുത്തിടെ പുറത്തുവന്ന പഠനങ്ങളനുസരിച്ച് ഈ തണുപ്പിന് കാരണം അന്തരീക്ഷത്തിലെ മാറ്റങ്ങളല്ല, മറിച്ച് സമുദ്രത്തിന്റെ ആഴങ്ങളിലൂടെയുള്ള താപത്തിന്റെ ഒഴുക്ക് കുറഞ്ഞതാണ്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 1000 മീറ്റർ വരെ ആഴത്തിലുള്ള ജലപാളിയെയാണ് ഈ തണുപ്പ് ബാധിച്ചിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് ഭൂമിയുടെ താപനിലയെ സന്തുലിതമായി നിലനിർത്തുന്ന ആഗോള സമുദ്ര കൺവെയർ ബെൽറ്റ് അല്ലെങ്കിൽ അറ്റ്ലാന്റിക് മെറിഡിയോണൽ ഓവർടേണിംഗ് സർക്കുലേഷൻ വലിയ രീതിയിൽ ദുർബലപ്പെടുന്നു എന്ന് തന്നെയാണ്. ഈ പ്രതിഭാസം ആഗോള കാലാവസ്ഥാ വ്യവസ്ഥയെ ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാവുന്ന ടിപ്പിംഗ് പോയിന്റിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ് അറ്റ്ലാന്റിക് മെറിഡിയോണൽ ഓവർടേണിംഗ് സർക്കുലേഷൻ അഥവാ എമോക് എന്ന് പരിശോധിച്ചാൽ മാത്രമേ ഈ വിചിത്ര തണുപ്പിന്റെ ഭീകരത പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ലളിതമായി പറഞ്ഞാൽ ഭൂമിയുടെ കേന്ദ്രഭാഗമായ ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ നിന്നുള്ള അമിതമായ ചൂടും ലവണാംശമുള്ള സമുദ്രജലത്തെ വടക്കൻ ധ്രുവ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുകയും അവിടെ എത്തുമ്പോൾ തണുത്ത് സാന്ദ്രതയേറി താഴേക്ക് പോകുന്ന വെള്ളത്തെ തിരികെ തെക്കോട്ടൊഴുക്കുകയും ചെയ്യുന്ന ഒരു ഭീമൻ പമ്പ് സെറ്റാണ് എമോക്. ഇതിന്റെ ഏറ്റവും പ്രശസ്തമായ ഭാഗമാണ് ഗൾഫ് സ്ട്രീം എന്ന ചൂടുള്ള ജലപ്രവാഹം. കരീബിയൻ കടലിൽ നിന്നും മെക്സിക്കോ ഉൾക്കടലിൽ നിന്നും വൻതോതിൽ താപോർജ്ജം വഹിച്ചുകൊണ്ട് ഈ പ്രവാഹം യൂറോപ്പിന്റെ തീരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. ഈ താപ കൈമാറ്റം ഉള്ളതുകൊണ്ടാണ് വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കഠിനമായ തണുപ്പ് കാലത്തും മനുഷ്യവാസയോഗ്യമായ താപനില നിലനിൽക്കുന്നത്. വടക്കൻ അറ്റ്ലാന്റിക്കിൽ എത്തുന്ന ഈ ചൂടുവെള്ളം അവിടുത്തെ തണുത്ത അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വന്ന് ചൂട് പുറത്തുവിടുകയും കൂടുതൽ തണുത്ത് സാന്ദ്രതയേറിയതായി മാറുകയും ചെയ്യുന്നു. ലവണാംശം കൂടുന്നതിനാൽ ഈ വെള്ളത്തിന് ഭാരം കൂടുതലായിരിക്കും. അതിനാൽ ഇത് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഒഴുകുകയും തെക്കൻ ദിശയിലേക്ക് മന്ദഗതിയിൽ ഒഴുകാൻ തുടങ്ങുകയും ചെയ്യും. ഈ ചക്രം നിരന്തരം തുടരുന്നതിനാലാണ് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥ വലിയ വ്യതിയാനങ്ങളില്ലാതെ തുടരുന്നത്. എന്നാൽ ആഗോള താപനം ഈ പ്രകൃതിദത്ത എഞ്ചിന്റെ പ്രവർത്തനത്തെ പൂർണ്ണമായി തകിടം മറിച്ചിരിക്കുകയാണ്. ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കാരണം ഭൂമി ചൂടുപിടിക്കുമ്പോൾ ഗ്രീൻലാൻഡിലെ കൂറ്റൻ ഹിമപാളികളും ആർട്ടിക് പ്രദേശത്തെ മഞ്ഞുമലകളും അഭൂതപൂർവമായ വേഗതയിൽ ഉരുകുന്നു. ഈ ഹിമാനികൾ ഉരുകുമ്പോൾ കോടിക്കണക്കിന് ടൺ ശുദ്ധജലമാണ് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. സമുദ്രജലത്തെ അപേക്ഷിച്ച് ശുദ്ധജലത്തിന് ലവണാംശവും സാന്ദ്രതയും വളരെ കുറവാണ്. തൽഫലമായി വടക്കൻ അറ്റ്ലാന്റിക്കിൽ എത്തുന്ന ജലത്തിന് താഴേക്ക് താഴാനുള്ള ഭാരം നഷ്ടപ്പെടുന്നു. വെള്ളം താഴേക്ക് താഴാതാകുമ്പോൾ തെക്ക് നിന്നുള്ള ചൂടുവെള്ളത്തെ വടക്കോട്ട് വലിച്ചടിപ്പിക്കുന്ന പ്രക്രിയ മന്ദഗതിയിലാകുന്നു. അതായത് എമോക് എന്ന കൺവെയർ ബെൽറ്റിന്റെ വേഗത കുറയുന്നു. തെക്ക് നിന്നുള്ള ചൂടുവെള്ളത്തിന്റെ കുറവ് കുറയുന്നതോടെ വടക്കൻ അറ്റ്ലാന്റിക്കിലെ ഈ പ്രത്യേക പ്രദേശത്തേക്ക് ആവശ്യത്തിന് താപം എത്തുന്നില്ല. ഇതാണ് ഇവിടെ ഒരു വലിയ തണുത്ത ജലപാളി അഥവാ കോൾഡ് ബ്ലോക്ക് രൂപപ്പെടാൻ കാരണം. ഉപരിതലത്തിലെ ചൂട് അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ വേഗത്തിലാണ് അടിത്തട്ടിൽ നിന്നുള്ള താപവിനിമയത്തിന്റെ കുറവ് ഈ പ്രതിഭാസത്തിന് ആക്കം കൂട്ടുന്നത്. ശാസ്ത്രജ്ഞർ ദീർഘകാലമായി ഉന്നയിച്ചിരുന്ന ഈ സിദ്ധാന്തത്തിന് അടിവരയിടുന്നതാണ് 1955 മുതൽ 2024 വരെയുള്ള സമുദ്ര താപനില വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള പുതിയ ഗവേഷണങ്ങൾ. കോൾഡ് ബ്ലോബ് പ്രദേശം കൂടുതൽ തണുക്കുന്നത് അന്തരീക്ഷത്തിലെ കഠിനമായ കാറ്റ് മൂലമാണെന്ന ചില മുൻകാല വാദങ്ങളെ ഈ പഠനം പൂർണ്ണമായും തള്ളിക്കളയുന്നു. യഥാർത്ഥത്തിൽ സമുദ്രം കൂടുതൽ തണുത്തതോടെ അന്തരീക്ഷവും സമുദ്രവും തമ്മിലുള്ള താപനില വ്യത്യാസം കുറയുകയും സമുദ്രത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടുന്ന ചൂടിന്റെ അളവ് കുറയുകയുമാണ് ചെയ്തത്. അതായത് പ്രകൃതി അതിന്റെ രീതിയിൽ ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സമുദ്രത്തിന്റെ ആഴങ്ങളിലെ ജലപ്രവാഹത്തിന്റെ തളർച്ച അത്രമേൽ ശക്തമാണ്.
കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിൽ ഗൾഫ് സ്ട്രീമിന്റെ വേഗതയിൽ പ്രകടമായ കുറവുണ്ടായിട്ടുണ്ടെന്ന് കൃത്യമായ ഉപഗ്രഹ വിവരങ്ങളും സമുദ്ര നിരീക്ഷണ സംവിധാനങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 1000 വർഷത്തിനിടയിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് നിലവിൽ എമോക് ഉള്ളത്. എമോക്കിന്റെ ഈ തളർച്ചയും അറ്റ്ലാന്റിക്കിന്റെ വിചിത്ര തണുപ്പും ആഗോളതലത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അതീവ ഭയാനകമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും പെട്ടെന്ന് ബാധിക്കുന്നതുമായ മേഖല യൂറോപ്പാണ്. എമോക്ക് പൂർണ്ണമായി തകരുകയോ അല്ലെങ്കിൽ അതിന്റെ ശേഷി പകുതിയായി കുറയുകയോ ചെയ്താൽ വടക്കൻ യൂറോപ്പിലെ താപനില ക്രമാതീതമായി താഴേക്ക് പതിക്കും. ചില കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഐസ്ലാൻഡിലും മറ്റ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ശീതകാല താപനില -45°C വരെയായി കുറയാൻ സാധ്യതയുണ്ട്. യൂറോപ്പ് മൊത്തത്തിൽ ഒരു പുതിയ ചെറു മഞ്ഞുകാലത്തിലേക്ക് വഴുതി വീണേക്കാം. ഇത് അവിടുത്തെ കാർഷിക മേഖലയെയും ജനജീവിതത്തെയും പൂർണ്ണമായി തകർക്കും. അതേസമയം വടക്കൻ മേഖലയ്ക്ക് ചൂട് കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നതോടെ ഭൂമധ്യരേഖ പ്രദേശങ്ങളിലും തെക്കൻ അർദ്ധഗോളങ്ങളിലും ചൂട് അസഹനീയമായി വർദ്ധിക്കും. ഇത് ആഗോളതലത്തിൽ താപനിലയുടെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യും. മറ്റൊരു പ്രധാന പ്രത്യാഘാതം സമുദ്രനിരപ്പിലെ പെട്ടെന്നുള്ള വർധനവാണ്. എമോക് ജലപ്രവാഹം ശക്തമായിരിക്കുമ്പോൾ അത് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ തീരപ്രദേശങ്ങളിൽ നിന്ന് വെള്ളത്തെ ദൂരേക്ക് തള്ളിമാറ്റാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രവാഹം ദുർബലമാകുന്നതോടെ വെള്ളം തീരങ്ങളിലേക്ക് ഇരച്ചു കയറുകയും ന്യൂയോർക്ക്, ബോസ്റ്റൺ തുടങ്ങിയ വൻ നഗരങ്ങളിൽ അതിവേഗത്തിലുള്ള സമുദ്രനിരപ്പ് ഉയർച്ചയ്ക്കും കടുത്ത തീരദേശ പ്രളയങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. ഇതിനകം തന്നെ അമേരിക്കൻ തീരങ്ങളിൽ ഗൾഫ് സ്ട്രീമിന്റെ വ്യതിയാനങ്ങൾ വലിയ കടലാക്രമണങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അറ്റ്ലാന്റിക്കിലെ ഈ വിചിത്ര തണുപ്പ് ഏഷ്യൻ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യയെ എപ്രകാരം ബാധിക്കുമെന്നതിനെക്കുറിച്ചും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സമുദ്ര ജലപ്രവാഹങ്ങളിലെ വ്യതിയാനം അന്തരീക്ഷത്തിലെ വായു സഞ്ചാരത്തെയും ജെറ്റ് സ്ട്രീം കാറ്റുകളെയും സ്വാധീനിക്കുന്നുണ്ട്. 2026 പുറത്തുവന്ന ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വടക്കൻ അറ്റ്ലാന്റിക്കിലെ ഈ കോൾഡ് ബ്ലോബ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ തന്ത്രപ്രധാനമായ കാലവർഷത്തെ അങ്ങനെ ബാധിക്കും എന്ന് തന്നെയാണ്. കൺവെയർ ബെൽറ്റിന്റെ തളർച്ച കാരണം ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള അന്തരീക്ഷ മഴമേഘങ്ങൾ തെക്കോട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയിലെ പരമ്പരാഗത മഴ ലഭ്യതയുടെ പാറ്റേൺ പൂർണ്ണമായി മാറ്റും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത പ്രളയങ്ങളും കനത്ത നാശനഷ്ടങ്ങളും, മറുവശത്ത് ദക്ഷിണേന്ത്യയിലും സിന്ധു ഗംഗാ സമതലങ്ങളിലും അനുഭവപ്പെടുന്ന കടുത്ത വരൾച്ചയും ഈ സമുദ്ര വ്യതിയാനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. 100 കോടിയിലധികം ജനങ്ങളുടെ ആഹാരത്തെയും ഉപജീവനത്തെയും നിശ്ചയിക്കുന്ന ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ്. ഭൂമിയുടെ ചരിത്രത്തിൽ ഇത്തരം പ്രതിഭാസങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഏകദേശം 12500 വർഷങ്ങൾക്ക് മുമ്പ് യംഗൻ ഡ്രയാസ് എന്ന് വിളിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ വടക്കൻ അമേരിക്കയിലെ ഭീമൻ ഹിമപാനികൾ ഉരുകി സമുദ്രത്തിലേക്ക് ഒഴുകിയപ്പോൾ എമോക് ഇത്തരത്തിൽ നിലച്ചിരുന്നു. അന്ന് ഭൂമി പെട്ടെന്ന് കടുത്ത തണുപ്പിലേക്ക് മാറുകയും ആ അവസ്ഥയിൽ നിന്ന് സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താൻ നൂറ്റാണ്ടുകൾ എടുക്കുകയും ചെയ്തു. ശാസ്ത്രലോകം ഭയപ്പെടുന്നത് നമ്മൾ വീണ്ടും ഒരു സമാനമായ ഘട്ടത്തിലേക്ക് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ്. ചില ആധുനിക ക്ലൈമറ്റ് മോഡലുകൾ പ്രവചിക്കുന്നത് ഈ നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ, അതായത് 2050ഓടെ തന്നെ എമോക് അതിന്റെ തകർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയേക്കാം എന്ന് തന്നെയാണ്. ഇത് തടയാൻ മനുഷ്യന് സാധിക്കുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന കാർബണിന്റെ അളവ് യുദ്ധകാലാടിസ്ഥാനത്തിൽ കുറയ്ക്കുക മാത്രമാണ് ഇതിനുള്ള ഏക മാർഗം. എന്നാൽ നിലവിലുള്ള ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളിൽ അത് എത്രത്തോളം പ്രായോഗികമാണെന്നത് സംശയകരമാണ്. റഷ്യയ്ക്കും അലാസ്കയ്ക്കും ഇടയിലുള്ള ബറിംഗ് കടലിടുക്കിൽ ഭീമൻ അണക്കെട്ടുകൾ നിർമ്മിച്ച് സമുദ്ര പ്രവാഹങ്ങളെ കൃത്രിമമായി നിയന്ത്രിക്കുക തുടങ്ങിയ ഭീമൻ ജിയോ എഞ്ചിനീയറിംഗ് പദ്ധതികൾ ചില ശാസ്ത്രജ്ഞർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും അവയുടെ പ്രായോഗികതയും പരിസ്ഥിതി ആഘാതവും ഇപ്പോഴും നിഗൂഢമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ആ വിചിത്രമായ തണുപ്പ് പ്രകൃതി മനുഷ്യന് നൽകുന്ന അവസാനത്തെ താക്കീതുകളിലൊന്നാണ്. ഭൂമിയിലെ എല്ലാ പരിസ്ഥിതി വ്യവസ്ഥകളും പരസ്പരം എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗ്രീൻലാൻഡിന് തെക്ക് രൂപപ്പെടുന്ന ഒരു തണുത്ത ജലപാളി യൂറോപ്പിൽ മഞ്ഞുവീഴ്ചയ്ക്കും ഇന്ത്യയിൽ കടുത്ത വരൾച്ചയ്ക്കും അമേരിക്കയിൽ പ്രളയവും സൃഷ്ടിക്കാൻ പ്രാപ്തമാണെന്ന തിരിച്ചറിവ് നമ്മെ കൂടുതൽ ജാഗരൂകരാക്കേണ്ടതുണ്ട്. വികസനത്തിന്റെയും വ്യവസായവൽക്കരണത്തിന്റെയും പേരിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്നത് തുടർന്നാൽ ഭൂമി അതിന്റെ സ്വയംഭരണ സംവിധാനത്തിലൂടെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന രീതിയിൽ പ്രതികരിക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ് വടക്കൻ അറ്റ്ലാന്റിൽ രൂപപ്പെടുന്ന ഈ വിചിത്ര തണുപ്പ്. ഈ അപകട സൂചന ഉൾക്കൊണ്ട് ആഗോളതലത്തിൽ കൂട്ടായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തയ്യാറായില്ലെങ്കിൽ ലോകത്തിന്റെ പോക്ക് വലിയൊരു വിപത്തിലേക്കായിരിക്കും എന്നതിൽ തർക്കമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.